രണ്ട് പുസ്തകങ്ങൾ പരിചയപ്പെടുത്താനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിൽ വന്നു പറ്റിയ രണ്ട് പുസ്തകങ്ങൾ. പുതിയ പുസ്തകങ്ങളല്ല, പക്ഷേ ഞാൻ ഇപ്പോഴാണ് ഇത് കാണുന്നതും അറിയുന്നതും. രണ്ടും ഒരേ എഴുത്തുകാരൻ്റെയാണ്, നദീം നൗഷാദ്. നദീം നൗഷാദിൻ്റെ ഇതിനു മുമ്പ് ഞാനൊരു ബുക്ക് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, സുൽത്താൻ്റെ ഗ്രാമഫോൺ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു ബുക്കാണ്. ബഷീറിന് ഇഷ്ടപ്പെട്ട പാട്ടുകൾ, അതായിരുന്നു ആ ബുക്കിൻ്റെ തീം, ടോപ്പിക്. നദീമിൻ്റെ പുസ്തകങ്ങളുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് കോഴിക്കോട് അല്ലെങ്കിൽ മലബാറാണ്, പ്രത്യേകിച്ച് കോഴിക്കോട്. അതുമാത്രമല്ല, ഇതിലെല്ലാം സംഗീതത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളുണ്ട്. സോ അതുപോലെ തന്നെയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന രണ്ട് പുസ്തകങ്ങൾ. ഒന്ന് ഇന്ത്യൻ സംഗീതത്തിലെ പെൺപാതകൾ, മറ്റേത് മധുരത്തെരുവ്. അപ്പം ഇത് ഒന്ന് നോൺ ഫിക്ഷനും മറ്റൊന്ന് ഫിക്ഷനുമാണ്. അപ്പോൾ ഇന്ത്യൻ സംഗീതത്തിലെ പെൺപാതകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ശാസ്ത്രീയ സംഗീത ചരിത്രത്തിൽ നിന്ന് 36 ഗായികമാരെ ചൂസ് ചെയ്തിട്ട് അവരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഈ ബുക്കിൽ. സോ ദർ ആർ 36 ചാപ്റ്റേഴ്സ്. ഓരോ ചാപ്റ്ററും ഓരോ ഗായികയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇതിൽ ചിലരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ചിലരെക്കുറിച്ച് കേട്ടിട്ടേയില്ല. അപ്പോൾ അവർ എത്തിയ പൊസിഷൻ, ഇപ്പോൾ ഫേമസ് ആയവർ തന്നെ അവരെത്തിയ പൊസിഷനിലേക്ക് എങ്ങനെയാണ് വന്നത്, ഏത് പാതകളിൽ കൂടിയാണ് അവർ സഞ്ചരിച്ചത് അവിടെ എത്താൻ, എന്തൊക്കെ ചാലഞ്ചസ് അവർ ഫേസ് ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മൾ കേട്ടിട്ടില്ലാത്ത പലരും ഉണ്ട് ഇതിൽ, പക്ഷേ ഇവർ അമേസിങ് മ്യൂസിഷ്യൻസ്. അപ്പം എന്തുകൊണ്ട് അവർ ഫേമസ് ആയില്ല, എന്തുകൊണ്ട് അവർക്കൊരു ചാൻസ്, ഒരു സ്റ്റേജ് കിട്ടിയില്ല എന്നുള്ള കാര്യങ്ങളും ഉണ്ട്. സോ ദാറ്റ് ഈസ് ഇന്ത്യൻ സംഗീതത്തിലെ പെൺപാതകൾ, വിഷാദത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും ചരിത്രഗീതികൾ. അടുത്ത പുസ്തകമാണ് മധുരത്തെരുവ്. നദീം SM സ്ട്രീറ്റിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന, കോഴിക്കോടുകാരുടെ സ്വന്തം SM സ്ട്രീറ്റ്, മുട്ടായി തെരുവ്. ഞാൻ കുറേ കൊല്ലം മുമ്പ് ചെറുപ്പത്തിൽ അവിടെ കുറച്ച് നാൾ താമസിച്ചിട്ടുണ്ട്, കോഴിക്കോട്. അപ്പോൾ SM സ്ട്രീറ്റ് എനിക്ക് ഭയങ്കര, എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പല കടകളും വഴികളും, അതിൻ്റെ ഇടയിലുള്ള വഴികളും തിരക്കും, ദ ഹോൾ വൈബ് ഓഫ് ദ പ്ലേസ് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അപ്പം ഈ പുസ്തകത്തിൽ നദീം കുറച്ച് ആൾക്കാരുടെ കഥ പറയുകയാണ്. അപ്പോൾ ഈ ആൾക്കാരുടെ എല്ലാം ജീവിതം SM സ്ട്രീറ്റ് ചുറ്റിപ്പറ്റിയും SM സ്ട്രീറ്റിനെ കണക്റ്റ് ചെയ്യുന്നതും ആണ്. ആൻഡ് ആൾക്കാരെ ഫിക്റ്റീഷ്യസ് ആണെങ്കിലും ക്യാരക്ടേഴ്സ് ഫിക്റ്റീഷ്യസ് ആണെങ്കിലും ദ പ്ലേസസ്, അവിടെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതായത് അവിടെ ഒരു താൻസൻ ക്ലബ് ഉണ്ട്, അത് ആക്യുറേറ്റ് ആണ്. അവിടെ ഉണ്ടായിരുന്നു ഒരു താൻസൻ ക്ലബ്, ഇപ്പോഴുണ്ടോയെന്ന് എനിക്കറിയില്ല, അപ്പോഴുണ്ടായിരുന്നു. പിന്നെ നാഗ്ജി ഫുട്ബോൾ മത്സരം, അയ്യോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എത്രത്തോളം ഭയങ്കര ഒരു എനർജി, ഒരു എൻതൂസിയാസം ആയിരുന്നു നാഗ്ജി ഫുട്ബോൾ വരുമ്പോൾ. അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും, ഹലുവാണി തെരുവ്, അങ്ങനെ പല കാര്യങ്ങളും വിച്ച് ഇസ് വെരി ആക്യുറേറ്റ്. പിന്നെ ഇതിൽ കുറച്ച് നല്ല ഇലസ്ട്രേഷൻസ് ഉണ്ട്. ശശി മേമുറി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിൻ്റെ ഇലസ്ട്രേഷൻസ് ആണിത്. അപ്പോൾ ഇതിലുണ്ടല്ലോ, ഇതിൽ ഞാനൊരു ചെറിയ ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കാം, അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും നദീം എങ്ങനെയാണ് എഴുതുന്നതെന്ന്. സോ ഇത് തുടങ്ങുന്നത് തന്നെ ഗന്ധങ്ങളുടെ തെരുവ്. മധുരത്തെരുവിന് ഹലുവകളുടെയും കുരുമുളകിൻ്റെയും ഏലത്തിൻ്റെയും കരയാമ്പൂവിൻ്റെയും ഗന്ധമാണ്. ചിലയിടങ്ങളിൽ പലതരം അപ്പങ്ങളും ചന്ദനത്തിരികളും കാപ്പിയും മുല്ലപ്പൂവും കൂടിച്ചേർന്ന് ഇഴ പിരിച്ചെടുക്കാനാവാത്ത ഒരു പ്രത്യേക സുഗന്ധവും. ഹജൂർ കച്ചേരിക്ക് പിന്നിലെ നീല ചായം പൂശിയ ഓടുമേഞ്ഞ വീടാണ് എൻ്റേത്. വീടിനടുത്തുള്ള ലൈൻ മുറികളിൽ നിന്ന് വരുന്ന ദുർഗന്ധവും അതിനോട് ചേർന്നുള്ള പശുത്തൊഴുത്തിലെ മാലിന്യങ്ങളും ഇഴുകിച്ചേർന്ന ഒരു ചൂര് എപ്പോഴും വീടിൻ്റെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. എന്നാൽ മധുരത്തെരുവിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ലോകത്തെത്തിയ പ്രതീതിയാണ്. പുലർച്ചയിലെ ഇളംകാറ്റിനും നട്ടുച്ചയിലെ പൊള്ളുന്ന വെയിലിനും രാവിൻ്റെ ഇരുണ്ട ശീതളപ്പിനും നമ്മെ അഭിരമിപ്പിക്കാനാവും. അവിടെ ഒരു സ്വപ്നാടകനെ പോലെ അലയാം, വിചാരങ്ങളിലേക്കും കിനാവുകളിലേക്കും ആഴ്ന്നിറങ്ങാം. നേരിൻ്റെയും കൽപ്പനയുടെയും അനന്തമായ ലോകത്തേക്ക് മാറി മാറി സവാരി നടത്താം. സോ ദാറ്റ് ഈസ് നദീം സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്, ആൻഡ് ഹി റൈറ്റ്സ് വെരി വെൽ. നമുക്ക് വളരെ ഈസി ആയിട്ട് സുഖമായിട്ട് വായിച്ചു പോകുന്ന ഭാഷയും, വളരെ നമ്മളെ അഭിരമിപ്പിക്കുന്ന, നദീം ഉപയോഗിച്ച ആ വാക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അഭിരമിപ്പിക്കുന്ന ഭാഷയാണ് നദീമിൻ്റെ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. സോ ഈ രണ്ട് പുസ്തകങ്ങളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി, ബിക്കോസ് ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ലായിരുന്നു. ഒന്ന് ഇന്ത്യൻ സംഗീതത്തിലെ പെൺപാതകൾ, വേറൊന്ന് മധുരത്തെരുവ്. രണ്ടും റിട്ടൺ ബൈ നദീം നൗഷാദ്. അപ്പം നദീം ഈസ് എ റൈറ്റർ, ഹീ ഈസ് എ ഡോക്യുമെൻ്ററി ഫിൽം മേക്കർ, ആൻഡ് ഹി ഓൾസോ റൈറ്റ്സ് എ ലോട്ട് ഓഫ് ആർട്ടിക്കിൾസ് ഇൻ ന്യൂസ് പേപ്പേഴ്സ്.
ആൻഡ് ഹി ഓൾസോ ടീച്ചസ്. നദീമിൻ്റെ എഴുത്ത് കൂടുതലും ഞാൻ പറഞ്ഞില്ലേ സംഗീതത്തിനെ കുറിച്ചും മലബാറിനെ കുറിച്ചുമാണ്. സോ ഇങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കാൻ നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ ഈ പുസ്തകങ്ങൾ വായിക്കുക. Until we meet again for the next video, you guys stay safe, take care, keep reading, bye bye.